You might have studied in maths and all about a graph, how to draw in graph paper, graph book and all, isn't it? Okay. This is a picture of graphic paper. So here I hope that you may be knowing how to draw and all. ഇങ്ങനെ വരയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ക്ലിയർ ആയിട്ട് അല്ലേ? ഓരോ കോളും കറക്റ്റ് സെയിം ലെവലിലായിരിക്കും. One will not be bigger and another one will not be smaller. Each columns and rows will be with the same length and width. So usually മാത്സിന്റെ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇതിൽ വരച്ചിട്ട് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുന്ന ഇതുപോലെയുള്ള ഗ്രാഫ്സ് ഒക്കെ വരയ്ക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗ്രാഫ് ബുക്കിൽ എങ്ങനെ വരയ്ക്കുന്നു എന്നൊന്നും നിങ്ങൾക്കൊരു ജസ്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. മാത്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, suppose a car is moving on a straight road which has no traffic. It starts from a lamp post at 9 AM. നമ്മൾ ഇത് പഠിച്ചതാണ് അല്ലേ? അതൊക്കെ കഴിഞ്ഞല്ലേ? യൂണിഫോം മോഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? Okay. So we can calculate the speed of any of the given time intervals. It will be the same. നമ്മൾ പഠിച്ചു ഒരു വെഹിക്കിൾ മൂവ്സ് if there is no example പറഞ്ഞേ ഉള്ളൂ വെഹിക്കിളിന്റെ കാര്യം. If an object moves in straight way from beginning to end, the speed will be the same. For example, നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വാഹനം going forward means, and if there is no turnings, the curves are not there, no traffic is there means, if it is traveling in same distance, it can travel in same distance. പക്ഷെ കർവ് വരുമ്പോൾ അല്ലെങ്കിൽ വളവ് തിരിവൊക്കെ വരുമ്പോൾ നമുക്ക് സ്പീഡ് കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു. പിന്നെ കയറ്റമുണ്ട്, ഇറക്കമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡിന് വേരിയേഷൻസ് വരും. അതുപോലെ തന്നെ if there is traffic, the vehicle has to be stopped. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ സ്പീഡിന്റെ നമുക്ക് സെയിം സ്പീഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്പീഡിൽ ഡിഫറൻസ് വരും. പക്ഷെ if the object is moving in same speed, it is known as a uniform motion. Uniform ആണ് ഒരുപോലെയുള്ള മോഷൻ ആണ്. There is no difference in its speed and all. അത് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മളിപ്പോ വളഞ്ഞിങ്ങനെ കറക്കി അങ്ങനെ അത് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നിട്ട് നമ്മളിപ്പോ ഒരു ബോൾ എറിയുകയാണ്. If you are throwing a ball, it moves in a same speed from our hand to the position where it has to be stopped. So we will tell it is a uniform motion. A body is said to be in a uniform motion if it travels in a straight line and covers equal distance in equal intervals of time. In other words, the direction of motion and the speed of the body in uniform motion do not change. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അതിന്റെ ഡയറക്ഷനും പറയുന്ന ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്തു കേട്ടോ. എന്താ പറഞ്ഞ ഫെയ്ത്ത്? പഠിച്ചാന്നല്ലേ പറഞ്ഞേ? അതേ മിസ്സേ പഠിച്ചതാന്ന് പറഞ്ഞു. ഓക്കെ. നമ്മൾ ആ ഗ്രാഫിലേക്ക് നോക്കിക്കേ. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം മോഷൻ. 163 മേളിലുള്ള സെക്കൻഡ് പിക്ചർ, ടോപ്പ് സെക്കൻഡ് പിക്ചർ. മോഷൻ ഇന്ന് യൂണിഫോം മോഷൻ. ABCD സെയിം ഉള്ളി. അതേസമയം അടുത്തത് നോക്കിക്കേ, ഏറ്റവും താഴത്തെ 163 അതിന് ഡിഫറൻസ് ഉണ്ട് അല്ലെ? സോ അത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വളവ് തിരിവ് ഒക്കെ വന്ന് നമ്മൾ വാഹനം ഓടിക്കുന്നത് പോലെ അതിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല, സെയിം ആയിരിക്കത്തില്ല. സോ ഇഫ് ആൻ ഒബ്ജക്ട് മൂവ്സ് ഇൻ എ സെയിം ഡിസ്റ്റൻസ് ആൻഡ് സെയിം ഡയറക്ഷൻ, same in a same speed, it is known as uniform motion. And if an object moves in a not in a same direction or in same speed, it is known as a non-uniform motion. Non means alla, no means non alla, non-uniform motion എന്ന് പറയുന്നത്. പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. Choose suitable scales to represent the two quantities on two axes. Here we can take 1 centimeter is equal to 5 minutes on the time axis and 1 centimeter is equal to 5 kilometer on the distance axis. ഇത് മേൽ തന്നിരിക്കുന്ന ചിത്രത്തിലാണ്. ഒരു കോളം എന്ന് പറയുന്നത് 5 minutes, അതില് ഒരു 5 kilometer, 1 minute 5 kilometer, 5, 10, 25, 20 ഈ സൈഡിൽ തന്നിരിക്കുന്നത് അല്ലെ ഡിസ്റ്റൻസ്. അപ്പം ഒരു
5 kilometer distance cover ചെയ്യാൻ വേണ്ടിട്ട് 1 minute it is needed. ഒരു മിനിറ്റും കൊണ്ട് 5 kilometer spread ചെയ്തു. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് എല്ലായിടത്തും അവസാനം 20-ലെത്തി. 20 ഓക്കെ, 20 കിലോമീറ്ററിൽ എത്തുമ്പോൾ സെയിം ടൈമേ ആവുള്ളൂ. 9, 9:05, 9:10, 9:15 and 9:20. 20 മിനിറ്റ്സ് ആകെ ഇതിനെടുത്തോട്ടുള്ളൂ. സെയിം ടൈം എല്ലായിടത്തും ഓരോ കിലോമീറ്ററിന് പോയപ്പോഴും സെയിം ടൈം തന്നെയാണ് എടുത്തത്. സോ ഇറ്റ് ഈസ് നോൺ as യൂണിഫോം മോഷൻ. Plot the points corresponding to each set of values for distance and time. For example, when time is 0 minute, distance is 0 kilometer. Hence, this point is the origin itself. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. അവിടെ 5-ൽ വന്നപ്പോഴേക്കും നമ്മുടെ ടൈം അതിന്റെ കറക്റ്റ് എ എന്നാണ് കൊടുത്തേക്കുന്നത്. 5-ല് അല്ലെ, 5 എന്നുള്ള പോയിന്റിൽ എ എന്ന പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ നോക്കുക, 9 ആണ് തുടങ്ങിയത്. സ്റ്റാർട്ടിങ് 0-ലായിരുന്നു. 0-ൽ നിന്നും 5-ൽ എത്തിയപ്പോൾ എ പോയിന്റ് അതിന്റെ ടൈം ഇട്ടേക്കുന്നത് 9:05 ആയപ്പോഴത്തേക്കും അവിടെ ചെന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടേക്കൺ ഓൺലി 5 minutes. And in second one, B point എന്ന് പറഞ്ഞാൽ അതിന് കറക്റ്റ് ഈക്വൽ ആയിട്ട് 10 kilometers കവർ അപ്പ് ചെയ്തു. So within this 10 kilometers when it covered, it's already taken only extra 5 more minutes. Already 5 minutes have been taken to reach in the point A, and it has taken again 5 more minutes to reach in point B. And the kilometers covered is totally it is 10 kilometers. And the next one, point C. In point C, it has covered 15 kilometers and it has taken 15 minutes. That is, started the journey at 9 and now it has been, the time is now 9:15. And next, fourth picture you can see, point D, it has covered 20 kilometers and the time is now 9:20. So from C to D, it has taken only 5 minutes, and from B to C, the same 5 minutes, and A to B also is 5 minutes. There is no difference. And the time also, from A to B, from 0 to A, it is 5 kilometers, and from A to B, it is 10 kilometers. That means A to B, only 5 more kilometers has been covered. And from B to C, it has taken again 5 more minutes, totally 15. And C to D, it has been covered again 5 more kilometers, that is totally 20 kilometers. So for each 5 kilometers, it has taken only 5 minutes. So the time and distance is same there to cover that area. So it is known as a uniform motion. But join all the dots on a graph, figure 4.16. Okay, did you get the straight line? Okay, ipo nammal ee points ellam join cheyidappo namukku avade straight line aayitana കാണുന്നത് അല്ലേ? അതെന്താ സംഭവം മനസ്സിലായില്ല. മിസ് അൺമ്യൂട്ട് ആയി പോയതാ മിസ്. ഓക്കെ, അതിന്റെ പോലെ വരുന്നു. അപ്പൊ അൺമ്യൂട്ട് ചെയ്തിട്ട് മ്യൂട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്ന് വർത്താനം പറയാൻ തോന്നുന്നു. വേറെ സൗണ്ടുകൾ വരുന്ന അഥവാ അറിയാതെ മ്യൂട്ട് ആയി പോകുമ്പോ. മിസ് ഞാനല്ല മിസ് മിണ്ടുന്ന, എന്നെ അനിയനാ, എന്നോടല്ല വേറെ കോളിലാ. അതെയാ, എന്നാ ഓക്കെ, ക്ഷമിച്ചു. ശരി, join all the points in the graph. First graphil നമ്മൾ ആ പോയിന്റ്സുകളെല്ലാം ജോയിൻ ചെയ്യുമ്പോൾ we will get a straight line from 0 to A, B, C, D. It is straight line and the time 0 to X. 0-ൽ നിന്ന് X ലേക്കുള്ള ടൈം നമുക്ക് straight line കിട്ടി. 0 to Y ലേക്കുള്ള line, that is also straight. And join all the points on the graph. Did you get a straight line? The graph distance versus time for uniform motion is always straight line. But now suppose the same car is traveling on another straight road with the traffic on it. It continues to travel in a straight line but has to slow down or speed up from time to time because of the traffic. Okay, this graph will be fitted for a straight road line where there is no curves and there are no traffic problems.
If there are traffic problems, they have to stop the vehicle for a few minutes, isn't it? So the speed of the vehicle will be different in different kilometers. But same way in another road, it is same. It is clear, means it is straight road. There is no curves, bendings, ups and highs, ups and downs, nothing. അവിടെ ഒരു വേറെ ഒന്നുമില്ല, സ്ട്രൈറ്റ് റോഡ് തന്നെ. ഇതേപോലെ തന്നെ വേറൊരു ഭാഗത്തെ റോഡില് ഇങ്ങനെ കാർ പോയിക്കൊണ്ടിരിക്കുന്നു. ബട്ട് there are some traffics. So they have to stop the vehicle where there is a traffic. They have to follow the traffic signal, isn't it? So അവിടെ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള ഒരു കാറിന്റെ ട്രാഫിക്കിന്റെ നമ്മുടെ സ്പീഡ് അതുപോലെ തന്നെ അതിന്റെ ടൈമും ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിരിക്കില്ല, തുല്യമായിരിക്കില്ല. നമുക്ക് രണ്ടാമത്തെ പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാക്കും. പേജ് 163 ലാസ്റ്റ് പിക്ചർ നോക്കിയേ. ഫസ്റ്റ് 0 to A സ്ട്രേറ്റ് ആണ്. A to B എന്ന് പറയുമ്പോൾ അത് കറക്റ്റ്ലി നമ്മൾ മേലത്തെ നോക്കുമ്പോൾ കറക്റ്റ് ആ ജോയിന്റ് ഓരോ കോളംസും ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. ബട്ട് ഇൻ സെക്കൻഡ് പിക്ചർ B ഹാസ് ബീൻ മാർക്ക്ഡ് ലിറ്റിൽ ഫാർ, അതായത് 0 2 4 6 8 10 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതില് 4 കിലോമീറ്റേഴ്സിന് വന്നിട്ട് ബിയിലേക്ക് വരുമ്പോൾ 9 10 വരുമ്പോഴേക്ക് അത് പകുതി ചെന്നു. അപ്പൊ 4.5 കിലോമീറ്ററിൽ എത്തി. പിന്നെ നമുക്ക് സിയിലേക്ക് വരുമ്പോൾ പിന്നെ കുറെ കൂടെ കുറച്ചു മാറി. പിന്നെ C to Dയിലേക്ക് പോകുമ്പോൾ കുറെ സ്പീഡിൽ പോയി അല്ലെ. ഡിയിൽ എത്തുന്നതിന് ഭയങ്കര സ്പീഡിൽ പോയി. അപ്പം ഫ്രം 0 to A, 0ൽ 9 time is 9 and 0 to A correct it is 5 minutes only. It has covered 2 kilometers, only 2 kilometers. Whereas in first picture it has covered 5 kilometers within 5 minutes. അപ്പൊ സെക്കൻഡ് പിക്ചറിൽ 9:05 ആയപ്പോഴേക്കും കറക്റ്റ് 2 points, അതായത് 2 kilometers മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ബട്ട് ഇൻ സെക്കൻഡ് പിക്ചർ സി ആൻഡ് സെക്കൻഡ് ബി വരുന്നത് കറക്റ്റ് ആ പോയിന്റിലല്ല, കുറച്ചുകൂടെ മേളിൽ വന്നു. ദാറ്റ് മീൻസ് 9:10 ആയപ്പോഴേക്കും ഏകദേശം 4 into 5 kilometers കവറപ്പ് ചെയ്തിട്ടുണ്ട്. 6 ആയിട്ടില്ല, പക്ഷെ 4 കഴിഞ്ഞു 5 kilometers. അവിടെ തന്നെ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് 9:15 ആയപ്പോഴേക്കും കറക്റ്റ് സി എന്ന പോയിന്റിലേക്ക് എത്തി. അവിടെ കറക്റ്റ് 15 minutes കൊണ്ട് അവിടെ മൊത്തം സിയിലെത്താൻ ഭാഗത്തിന് അല്ല, സോറി 15 minutes ആയിട്ടില്ല, അവിടെ 6 kilometers മാത്രമേ ആയിട്ടുള്ളൂ. 15 minutes ആയി, only 6 kilometers. And next to see 9:20 when they have reached D, it has covered only 10 kilometers and it is already 9:20. അപ്പൊ അവിടെ ഒരു കൃത്യതയില്ല, എല്ലാം യൂണിക് അല്ല, ഒരുപോലെയല്ല, എല്ലാം വ്യത്യസ്തങ്ങളാണ്. ഓക്കെ, ഡിസ്റ്റൻസ് വേഴ്സസ് ടൈം for uniform motion is always a straight line. Now suppose the same car is traveling on another straight road with the traffic on it. It continues to travel in a straight line but has to slow down or speed up from time to time because of the traffic. In some places they have to go very speedily and in some places it has to go very slowly. And the distance it covers in 5 minutes intervals are as given in table 14.3. ഇപ്പൊ നമ്മളെ കണ്ട ടേബിളിൽ തന്നിരിക്കുന്നതാണ്. ഇവിടെ ആക്ച്വലി അവർ 10 kilometers മാത്രമേ ഈ 20 minutes കൊണ്ട് കവർ ചെയ്തിട്ടുള്ളൂ. ഭയങ്കര സ്ലോ ആയിരുന്നു അവര്. You can see that the car travels different distance during the various 5 minutes intervals. Its speed during the journey keeps on changing. ഇവിടെ നമ്മൾ കണ്ടു എയിലേക്ക് എത്തിയപ്പോ കറക്റ്റ് ആയിരുന്നു, പക്ഷെ ബിയിലേക്ക് എത്തിയപ്പോ ആ കറക്റ്റ് പോയിന്റ് അല്ല. എയിലേക്കാണെങ്കിൽ 2 minutes ആണ്, അവിടെ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു പോയിന്റിൽ പോലും ഒരേ ലെവലിലല്ല, എല്ലാം വ്യത്യാസമാണ് അല്ലെ. ആവറേജ് സ്പീഡ് ഫോർ ദ ജേർണി സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ബൈ ഓർ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഈസ് ഈക്വൽ ടു 10 kilometers ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ആൻഡ് ഹൗ മച്ച് ടൈം ഇറ്റ് ഹാസ് ടേക്കൺ ടോട്ടലി ടു ട്രാവൽ? 20 minutes it has taken. At 9 o'clock started and 9:20 only they have finished. Okay, speed is kilometer, അതായത് distance divided by time. Distance ഇപ്പോൾ 10 kilometers ആയിരുന്നു and the time is 20. So answer will be
10 kilometer or 1/3 is that means total in average 30 kilometer ഒരു മണിക്കൂർ വരുമ്പോൾ അങ്ങനെ വരുള്ളൂ. ഇതിപ്പോ മിനിറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. You have to divide into 60. 60ക്ക് ഡിവൈഡ് 16ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമുക്ക് ടൈം. Speed for the first 5 minutes interval is 24 kilometer. അതായത് from 0 to A, that is 25 kilometers. 1 second. Okay. So first നമ്മൾ പറഞ്ഞ 0-യിൽ നിന്ന് എയിലേക്ക് എത്തിയപ്പോൾ 2 kilometers ആണ് ഇത് കവേർഡ്. അത് കവർ ചെയ്ത് ആകെ 2 kilometers ആണ് 5 minutes അല്ലേ. So 2 kilometer can be divided 1/12, that is 24 kilometer. 12നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 24 kilometers എന്നാണ് കിട്ടുന്നത്. You can calculate the speed of the other time intervals. They are different. പിന്നെ അടുത്ത 5 മിനിറ്റിൽ നോക്കുമ്പോൾ ഇതുപോലെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 24 kilometers per hour അല്ല വരുന്നത്, അതിലെ ഡിഫറൻസ് വരും. അങ്ങനെ നോൺ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അപ്പൊ ഈ കേസിൽ നമ്മൾ പറയും ദാറ്റ് കാർ ഈസ് ട്രാവലിംഗ് ഇൻ എ നോൺ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. റോഡ് സ്ട്രേറ്റ് ആണ്, പക്ഷെ അവർക്ക് വേറെ പ്രോബ്ലംസ് കൊണ്ടാണ് അവര് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ചില സ്ഥലത്ത് സ്പീഡിൽ പോകുന്നു, ചില സ്ഥലത്ത് സ്ലോയിൽ പോകുന്നു. അപ്പം ഇത് നമ്മൾ പറയും നോൺ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. A body is said to be in non-uniform motion if the speed or direction of the body does not remain constant. If the body is said to be in non-uniform motion if the speed of or direction of the body does not remain constant. What is the meaning of constant? Constant means മിസ് ഞാൻ പറയാം. ഇത് ഞങ്ങളെ മാത്സിൽ ഇതേ സംഭവം മിസ് ചോദിച്ചിട്ട് പറഞ്ഞായിരുന്നു. Yes, പറഞ്ഞു. Constant means constant. Constant means remain same. അതേപോലെ തന്നെ നിലനിൽക്കുക, ഒരുപോലെ സെയിം ആയിട്ട്. ഒരേപോലെ അതാ പറഞ്ഞത്, സെയിം, റിമെയിൻ ആസ് സെയിം. എന്നാൽ ഇവിടെ നമുക്ക് രണ്ടാമത്തെ മോഷൻ എന്ന് പറഞ്ഞത്, രണ്ടാമത്തെ എക്സാമ്പിളില് മോഷനും സ്പീഡും എല്ലാം ഒരേ ലെവലിലാണോ, സ്ട്രെയിറ്റ് റോഡാണ്. പക്ഷെ അവിടെ കുറെ ഡിഫറൻസ് വന്നു. ഇവിടെ 10 kilometer കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 20 minutes ഇറ്റ് ഹാസ് ടേക്കൺ. ആൻഡ് അതല്ല വിഷയം, ഇവിടെ ഓരോ തവണയും ഓരോ യൂണിറ്റ്, അതായത് എയിൽ 0 to എയിലേക്ക് വന്നപ്പോൾ 5 minutes എടുത്തു. ബട്ട് A to B വന്നപ്പോഴേക്കും 9-10, അതായത് 5 minutes കൂടി എക്സ്ട്രാ എടുത്തപ്പോൾ ആ ബി കറക്റ്റ് ആയിട്ട് ആ പോയിന്റിലാണ് വരേണ്ടത്. പക്ഷെ അവിടെ നിന്ന് പോയി പകുതിയോളം എത്തി, അടുത്ത പോയിന്റിന്റെ പകുതിയോളം എത്തി അല്ലേ. സോ ഇറ്റ് ഈസ് കവേർഡ് സ്പീഡ്ലി. അതവിടെ സ്പീഡ്, വേറെ സ്പീഡ്. അപ്പൊ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര കോളംസ് ഉണ്ട് അവിടെ. ബിയിൽ ആക്ച്വലി ഇവിടെ കവർ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അത് 1 2 3 4 അല്ലേ, 4 കുഞ്ഞിക്കോളങ്ങൾ കഴിഞ്ഞു പോയി. അപ്പൊ ആ 4 കോളങ്ങൾ കഴിഞ്ഞപ്പോ അത്രയും സമയം പോയതാണ്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ അത്രയും ഡിഫറൻസ് വന്നു. പിന്നെ സിയിലേക്ക് വരും. B to C എന്ന് പറയുമ്പോൾ ചെറിയ ഡിസ്റ്റൻസേ കവർ ചെയ്തിട്ടുള്ളൂ, അത്രേ ദൂരം ഉള്ളൂ. ബട്ട് C to D എന്ന് പറയുന്നത് അടുത്ത 5 minutes C to D. പക്ഷെ എവിടം വരെ പോയി? സിയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാല് ഈ വരേണ്ട സ്ഥാനത്താണ് ഡി ഇപ്പോൾ ഉള്ളത് അല്ലെ. അപ്പൊ അത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് സ്ട്രെയിറ്റ് ലൈനുമല്ല. അങ്ങനെ വരുന്ന ലൈനാണ് നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ മോഷൻ ഈസ് നോട്ട് ഇൻ ദ സെയിം or in a constant position or it doesn't take a constant time, it is known as a non-uniform motion. A body is said to be in a non-uniform motion if the speed or direction of the body does not remain constant. എന്താ ഫെയ്ത്ത്? ഫെയ്ത്തിന്റെ ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ. എടാപ്പന്റെ കേൾക്കുന്നില്ലേ? കേൾക്കാഞ്ഞിട്ടാണോ? ഒന്നുമില്ല.
ഒന്നുമില്ല ഏട്ടാ, മനസ്സിലായ മിസ്, ഞാൻ മനസ്സിലായെന്നുള്ള തമ്പിട്ടത്, അത് മൂന്നും മാറിപ്പോയി. മാറിപ്പോയോ? Plot a graph of distance versus time data of table 14.3 on a graph paper. What kind of graph do you get? The graph of distance versus time for non-uniform motion is not a straight line. Okay, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പോ സപ്പോസ് പാടിച്ചാൽ ടു പയ്യന്നൂർ, if you are traveling from പാടിച്ചാൽ ടു പയ്യന്നൂർ, I think it is 10 kilometers. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നതാണ്. Consider it is as 10 kilometers distance from പാടിച്ചാൽ to പയ്യന്നൂർ. And from പാടിച്ചാൽ to പയ്യന്നൂർ, first trip, you started the journey at 10 o'clock early morning. Early morning means not early morning, morning 10 o'clock. Okay. So when you covered 5 kilometers from, 1 kilometer from Padichala, it has taken 1 minute. Just consider like that. Example പറഞ്ഞാണ്. അപ്പം 1 kilometer നമ്മൾ കവർ അപ്പ് ചെയ്തപ്പോൾ 1 minute എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കിലോമീറ്റർ 1 കിലോമീറ്ററും കൂടി എക്സ്ട്രാ എടുത്തപ്പോൾ now totally 2 kilometers. അടുത്ത 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ രണ്ടാമത്തെ കിലോമീറ്ററും കവർ ചെയ്തു. നെക്സ്റ്റ് തേർഡ് കിലോമീറ്റർ വി ഹാവ് കവേർഡ് ബൈ യൂസിങ് ദി തേർഡ് മിനിറ്റ്. മൂന്നാമത്തെ മിനിറ്റും കൊണ്ട് നമ്മൾ മൂന്നാമത്തെ കവറപ്പ് ചെയ്തു. മൂന്നാമത്തെ കിലോമീറ്റർ കഴിഞ്ഞു. നാലാമത്തെ, അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരേ അളവില് ഒരേ ടാങ്ക് ഉപയോഗിച്ച് നമ്മൾ പയ്യന്നൂർ എത്തിയെങ്കിൽ ഇറ്റ് ഈസ് യൂണിഫോം മോഷൻ. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോൺ യൂണിഫോം മോഷൻ ആണ്. അതില് ചില സ്ഥലങ്ങളിൽ കൂടുതലും ചില സ്ഥലങ്ങളിൽ കുറവ് വരും. വേരിയേഷൻസ് വിൽ ബി ദേർ. ഇറ്റ് വിൽ നോട്ട് ബി കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നോട്ട് സെയിം അല്ല. ചില സ്ഥലങ്ങളിൽ സ്പീഡിൽ പോയി, ചില സ്ഥലങ്ങളിൽ സ്ലോയിൽ പോയി. സ്ട്രൈറ്റ് ആണ് റോഡ്. ദർ ഇസ് നോ കർവിംഗ്സ് ആൻഡ് ഓൾ, ബട്ട് റോഡ് ഈസ് സ്ട്രൈറ്റ്, ബട്ട് ഇറ്റ് ഹാസ് ട്രാവൽഡ് not in a same position or same speed. So ഇത്തരം മോഷൻ ആണ് നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഒരുപോലെ അല്ലാത്ത മോഷൻ. ചില സ്ഥലങ്ങളിൽ 2 മിനിറ്റ് എടുത്തു, ചില സ്ഥലങ്ങളിൽ 1 മിനിറ്റ് എടുത്തു, ചില സ്ഥലങ്ങളിൽ 1.5 മിനിറ്റ് എടുത്തു. ലൈക്ക് ദാറ്റ് ഡിഫറൻസ് will be there. So such a type of motion is known as a non-uniform motion. Okay, so that's all about this lesson. If you have any doubt, you can ask now. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേക്കും. എന്നതല്ലേ ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഫിസിക്സ് സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾ സ്കൂളിലാണ് ബോർഡിൽ വരച്ചൊക്കെ കാണിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാനും പറ്റത്തില്ല, അങ്ങനെയുള്ളത്. ഓക്കെ, ലെസൺ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞ ലെസണിൽ തന്നായിരുന്നോ മോനെ? ലെസൺ നമ്പർ 13 തന്നാണോ? 13. 1 minute, miss. തന്നാ മിസ്? തന്നാണോ? ക്ലാസ് 11 അല്ലേ തന്നത് മോനെ? ലെസൺ 11 12 തന്നില്ല മിസ്. ഞാൻ പറയാം മിസ്, അവസാനത്തെ ലെസൺ തന്നിട്ടില്ല മിസ്. ഞാൻ പറയാം 10 വരെ അല്ല 11 വരെ മിസ് തന്നെ. 11 വരെ തന്നിട്ടുണ്ട്. 11 വരെ തന്നിട്ടുണ്ട്. അപ്പൊ 12ഉം 13ഉം 14ഉം ഇപ്പം തരണം അല്ലേ? അല്ല 12ഉം 13ഉം 14ഉം 14ഉം കഴിഞ്ഞു ഇപ്പം.
അപ്പൊ ലെസൺ നമ്പർ 3 ലെസൺസ് നോട്ട് തരാണ്ടല്ലേ. ഓ ഇന്നെനിക്ക് നല്ല പണിയാണ് മുഴുവൻ ടൈപ്പ് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ മറ്റേ കുഞ്ഞിയും പോയില്ലേ ആൻമരിയ? ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ ക്ലാസ്. 9 more minutes are left. ബട്ട് ന്യൂ ലെസൺ തുടങ്ങുമല്ലേ, അപ്പം ആരും ഇല്ലാതെ എങ്ങനെ ന്യൂ ലെസൺ തുടങ്ങുന്നേ? എന്നാ ശരിയേ, ഓക്കെ ബൈ.